നിറവിലേക്ക് സ്വാഗതം. ക്രിസ്തുവിനെ പരിപൂർണമായി അനുകരിക്കുവാൻ അവിടുത്തെ വേദനയിൽ നാം പങ്കുചേരണം. വിശുദ്ധ പീറ്റർ ഡാമിയന്റെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവ് ആരംഭിക്കാം. ജോഷി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞി ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി, ആത്മാവിൻ്റെ വീണമീട്ടി നിന്നെ തഴുകി. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി, ആത്മാവിൻ്റെ വീണമീട്ടി നിന്നെ തഴുകി. ആരീരാരം പാടി പാടി നിന്നെ ഉറക്കി, നെഞ്ചുണർത്തും ചൂടു നൽകി നിന്നെ വളർത്തി. ഇത്ര നല്ല ദൈവത്തെ നീ മറന്നു പോയോ? ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ലോകസുഖമോഹമെല്ലാം
കടന്നു പോകും. മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ദൈവത്തെ നീ ആശ്രയിച്ചാൽ രക്ഷ നേടിയിടും. ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞി ദൈവസ്നേഹം മറന്നിടലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ചൂടിനെക്കുറിച്ചും തണുപ്പിനെക്കുറിച്ചുമാണ് ഫാദർ സിറിയക്കോട്ടയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ഇന്ന് തണുപ്പിനെക്കുറിച്ചും ചൂടിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തുടങ്ങാം. നമുക്ക് മഴക്കാലവും വേനൽക്കാലവുമാണ് സാധാരണ. എന്നാൽ പുറം ലോകങ്ങളിൽ മഞ്ഞുകാലവും ചൂടുകാലവുമൊക്കെ ഉണ്ട്. നമ്മുടെ തന്നെ രാജ്യത്തെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് നല്ല തണുപ്പുള്ള കാലമുണ്ട്, അതുപോലെ നല്ല ചൂടുള്ള കാലമുണ്ട്. അത്തരത്തിൽ ചൂടുള്ള തണുപ്പുള്ള കാലങ്ങളിൽ അതിന് പറ്റുന്ന വസ്ത്രങ്ങളും അവരണിയാറുണ്ട്. മനുഷ്യ ജീവിതത്തോട്, ബന്ധങ്ങളോട് വളരെ അടുത്ത് ഈ ചൂടിനും തണുപ്പിനും ബന്ധമുണ്ട്. അനുദിനം നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കാൻ നമുക്ക് ഓവനും മറ്റുമുണ്ട്, ഫ്രിഡ്ജുണ്ട്. ചൂടാക്കാനുള്ള സാധനം ഓവനിൽ വെച്ച് ചൂടാക്കാം, രുചികരമായിട്ട് ഭക്ഷിക്കാം. തണുപ്പിച്ച് കഴിക്കേണ്ടുന്നവ അപ്രകാരം ചെയ്യാം. മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അനുദിനമുണ്ടാകുന്ന കാര്യങ്ങൾ വിവിധ തലത്തിലും തരത്തിലുമുള്ളതാണ്. ചില മനുഷ്യരുടെ കയ്യിൽ ചില കാര്യങ്ങൾ കിട്ടിയാൽ അത് കണ്ടമാനം ചൂടാക്കും. എന്നാൽ ചില ആളുകളുടെ കയ്യിൽ ചില കാര്യങ്ങൾ കിട്ടിയാൽ അവരത് തണുപ്പിക്കും. ഞാൻ പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ കുടുംബ കോടതികളിൽ വിവാഹ മോചന കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. അതിനൊരു കാരണം, ആവശ്യമില്ലാതെ ചെറിയ കാര്യങ്ങൾ
ബന്ധപ്പെട്ട ആളുകൾ ചൂടുപിടിപ്പിക്കുന്നത്. അനാവശ്യ ഇടപെടലുകൾ ഉണ്ടാവുന്നു. അടുത്തയിടെ എന്നെ കാണാൻ വന്ന ഒരു കുടുംബനാഥൻ, അധികം പ്രായമൊന്നുമില്ലാത്ത ആളാണ്. ഒരു കുട്ടിയുണ്ടായ ആൾക്ക്. ഭാര്യ നേഴ്സാണ്, പക്ഷേ ഒറ്റ മോളാ. ഈ യുവതിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എപ്പോഴും സൗമ്യമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നതും. പക്ഷേ ഓഫീസ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായപ്പോൾ ഒരു സായാഹ്നത്തിൽ തൻ്റെ ഭാര്യയോട് അരിശപ്പെടേണ്ടി വന്നു. അവൾ കണ്ടമാനം ക്ഷോഭിച്ചു. കാരണം ഇതുവരെയും തൻ്റെ ഭർത്താവ് തന്നോട് അരിശപ്പെട്ടിട്ടില്ല, അകാരണമായി അരിശപ്പെട്ടിരിക്കുന്നു. അവൾ അയാളോട് പറഞ്ഞു, എൻ്റെ പപ്പായും മമ്മിയും പോലും എന്നോട് ഇതുപോലെ അരിശപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇതുപോലാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും. ഇയാൾ ഓഫീസിലേക്ക് പോയ ഒരു ദിവസം ഇയാളോട് പറയാതെ ഇവള് തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അപ്പനോടും അമ്മയോടും ഈ കാര്യം പറഞ്ഞു. അവര് ഇതങ്ങ് ഏറ്റുപിടിച്ചു. ഇവളുടെ അപ്പം പറഞ്ഞു അമ്മയോട്, നീ അത് ഏറ്റുപിടിക്കേണ്ട, വിട്ടേക്ക്. പക്ഷേ അമ്മ വിട്ടുകൊടുത്തില്ല. അമ്മ തൻ്റെ മകളോട് ചോദിച്ചു, എടി ഇതിപ്പോൾ ആദ്യമാണ് ഇങ്ങനെ സംഭവിച്ചത്. അവൻ നിന്നോട് ഇത്രമാത്രം ക്ഷോഭിക്കാൻ എന്താ കാരണമുണ്ടായത്? അവന് മറ്റ് പെണ്ണുങ്ങളോടൊക്കെ ബന്ധമുണ്ടോ? കൃത്യമായിട്ട് വീട്ടിൽ തിരിച്ചെത്താറുണ്ടോ? കൊച്ചിൻ്റെ കാര്യത്തിൽ അവൻ ശ്രദ്ധിക്കാറുണ്ടോ? നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം നൽകാറുണ്ടോ? ഇങ്ങനെ ഈ അമ്മ ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് ഈ പ്രശ്നം അങ്ങോട്ട് വഷളാക്കി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ മക്കളോട് ബന്ധപ്പെട്ട്, നമ്മുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട് ഒരു കാര്യമുണ്ടാകുമ്പോൾ നമ്മൾ ആലോചനയോടെ പ്രതികരിക്കേണ്ടതാണ്. വിവേകമില്ലാതെ നാം ചില കാര്യങ്ങൾ ചൂടുപിടിപ്പിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും എന്നത് ഉറപ്പായ കാര്യമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള അയൽപക്കങ്ങളിലെ വിവാഹമോചന കേസുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. എങ്ങോ ചെറിയൊരു കാര്യം ഉണ്ടായതാ, അത് പിന്നീട് ചൂട് പിടിപ്പിച്ചു. വഷളാകുന്ന കാര്യങ്ങൾ ചൂട് പിടിപ്പിക്കരുത്. തന്നെയുമല്ല, ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ അടർത്തി മാറ്റി അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് കുഴപ്പം തന്നെയാണ്. ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ആ കാര്യത്തിന് ആ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് മാത്രമേ അർത്ഥമുള്ളൂ. അത്തരത്തിൽ മാത്രമേ നമ്മൾ വ്യാഖ്യാനിക്കാവൂ. ഇവളും തൻ്റെ ഭർത്താവും കുഞ്ഞുമൊത്ത് കഴിയുന്ന ആ ഫ്ലാറ്റിലുണ്ടായ, ആ സായാഹ്നത്തിലുണ്ടായ ആ ഒരു പ്രശ്നം ഇവളുടെ വീട്ടിലേക്ക്, വേറൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന അമ്മയിലേക്ക്, അപ്പനിലേക്ക് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് വഷളാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക, അപ്പനമ്മമാരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം വരുമ്പോൾ നമ്മൾ അത് ചൂട് പിടിപ്പിക്കരുത്. പിന്നെയോ തണുപ്പിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ അനുദിനം ഉപയോഗിക്കുന്ന സാധനങ്ങൾ തണുപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ തണുത്ത ജ്യൂസ് ഇഷ്ടമാണ്, തണുത്ത ആഹാരങ്ങൾ ഇഷ്ടമാണ്, ഐസ്ക്രീം ഇഷ്ടമാണ്. നമ്മളത് തണുപ്പിച്ചു കൊടുക്കുന്നു, ചൂട് പിടിപ്പിക്കുന്നില്ല. ചൂടായ സാധനം തണുപ്പിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും മക്കളുടെ ജീവിതത്തിലായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പറ്റുന്നിടത്തോളം തണുപ്പിക്കണം. പറ്റുന്നിടത്തോളം നാം തണുപ്പിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലുള്ള ആളുകളുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. മക്കളുടെ വിവാഹം നടത്തുന്ന സമയത്ത് ഈ അപ്പനും അമ്മയും
ഈ മക്കളുടെ ജീവിതം നശിച്ചു പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ മക്കളുടെ ജീവിതം ആനന്ദകരമായി എന്ന് നിലനിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അശ്രദ്ധയും അവിവേകവും മൂലം ചില സന്ദർഭങ്ങളിൽ ഒരിക്കലും ചൂടുപിടിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചൂടുപിടിപ്പിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചിന്തയ്ക്കൊക്കെ ഇന്ന് വളം വെച്ച് കൊടുക്കുന്നത് വാർത്താ ചാനലുകളും മറ്റുമാണ്. നമ്മുടെ അകത്തളങ്ങളിലെ രഹസ്യമായ കുടുംബകാര്യങ്ങൾ ഇന്ന് പൊതു ചർച്ചയ്ക്ക് വേണ്ടി എടുത്തിടുന്ന രീതിയുണ്ടല്ലോ. വഷളാക്കുന്ന ഒരവസ്ഥ, നാറ്റിക്കുന്ന ഒരവസ്ഥ ഇന്നിത് സാധാരണമായി തീർന്നിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ശാശ്വതമായി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലതൊക്കെ ഊതിക്കെടുത്താൻ സാധിക്കണം, ചിലതൊക്കെ തണുപ്പിക്കാൻ സാധിക്കണം. അവിടെ മാത്രമേ ശാശ്വതമായ ഒരു നിലനിൽപ്പ് നമുക്കുണ്ടാവുകയുള്ളൂ. തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ ദൂതരാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ദൂതരായി തീരാൻ വിളിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഓരോ കുടുംബത്തിലെയും അപ്പനമ്മമാർ. മക്കളുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട് ചെറുതായ കാര്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ തന്നെ അത് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നല്ല മാതാപിതാക്കളാണെങ്കിൽ, നന്നായി ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? മോളെ, ആദ്യമായിട്ട് അവൻ ഇങ്ങനെയൊന്ന് അരിശപ്പെട്ടെന്നല്ലേ ഉള്ളൂ, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടില്ലല്ലോ, ഇത്രയും നാൾ നിന്നെ സ്നേഹിച്ച ആളല്ലേ, നിങ്ങൾക്കൊരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ചു പോവും, ക്ഷമിച്ചും പുറത്തും മുമ്പോട്ട് പോയാലല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നിൻ്റെ പപ്പായോടൊപ്പം മമ്മി ജീവിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോള് തന്നെ കണ്ടിട്ടില്ലേ, എത്രയോ അവസരങ്ങളിൽ പപ്പ മമ്മിയോട് അരിശപ്പെട്ടിട്ടുണ്ട്. ആ അവസരങ്ങളിലൊക്കെ മമ്മി കെട്ടും കിടക്കയെടുത്ത് മമ്മിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടോ? ക്ഷമിച്ച് സഹിച്ച് വിട്ടുകൊടുത്തൊക്കെയല്ലേ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യം വന്നപ്പോൾ മോള് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇങ്ങോട്ട് പോരുക എന്നുള്ളതല്ല, അവിടെ എല്ലാം മറന്ന് അവനോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു സന്ദർഭത്തിൽ അവൻ അങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. മറ്റെത്രയോ അവസരങ്ങളിൽ നിന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റുക, ക്ഷമിച്ച് മോള് തിരിച്ച് വീട്ടിലോട്ട് പോകണം എന്ന് ആ അമ്മയ്ക്ക് പറയാൻ പറ്റിയാൽ എന്തൊരു അനുഗ്രഹമാകും. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഭാ കോടതികളിലും മറ്റ് കുടുംബ കോടതികളിലും വിവാഹമോചന കേസുകൾ കൂടാതിരിക്കാൻ നമ്മുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ബന്ധുജനങ്ങളും ശ്രദ്ധിച്ചാൽ മതി. എരുതിയിൽ എണ്ണയൊഴിക്കാതിരുന്നാൽ മതി, വേണ്ടാത്തരത്ത് തീ കത്തിക്കാതിരുന്നാൽ മതി, ചൂട് പിടിപ്പിക്കാതിരുന്നാൽ മതി. നമുക്ക് തണുപ്പിക്കാൻ പറ്റുന്നതൊക്കെ തണുപ്പിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ കൗൺസിലിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണം കൂടുകയില്ല. ഇന്ന് പലരും കൗൺസിലിംഗ് സെൻ്ററുകളെ അഭയം തേടുന്ന രീതിയുണ്ട്. നമ്മുടെ വീടുകളിൽ തന്നെ ഇതൊക്കെ പരിഹരിക്കാൻ സാധിച്ചാൽ, ആദ്യ പടിയിൽ തന്നെ ഇത് അണയ്ക്കാൻ പറ്റിയാൽ, മറക്കാൻ പറ്റിയാൽ, തണുപ്പിക്കാൻ പറ്റിയാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അല്ലെങ്കിൽ എല്ലാവർക്കും അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്ന ബന്ധം വിച്ഛേദിക്കലിലേക്ക് സാവധാനം കടന്നു ചെല്ലും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നന്മയ്ക്കായി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ബന്ധങ്ങളൊക്കെ ശാശ്വതമായിട്ട് നിലനിൽക്കട്ടെ, നമ്മുടെ മക്കളുടെ ബന്ധങ്ങളൊക്കെ ശാശ്വതമായിട്ട് നിലനിൽക്കട്ടെ. ഊതിപ്പെരിപ്പിക്കാനല്ല, പിന്നെയോ തണുപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചാൽ നാം ദൈവതുല്യരായി ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി മാറും. തീർച്ചയായും ദൈവം കൃപ ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡെലിവറി ഗേൾ എന്ന ഷോർട്ട് മൂവിയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ധാരാളമായി കണ്ട ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മറ്റും മൃഗങ്ങളുടെ ഇടയിൽ, ജീവജാലങ്ങളുടെ ഇടയിൽ ധാരാളമായി കണ്ടെത്താൻ കഴിയുന്നതും
എന്നാൽ മനുഷ്യരുടെ ഇടയിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒന്നിനെ പറ്റിയാണ് ഈ വീഡിയോ. ഐക്യത്തെപ്പറ്റി. It's smarter to travel in groups. It's smarter to travel in groups. മനുഷ്യരുടെ പ്രശ്നങ്ങൾ അത് കുടുംബത്തിലോ സമൂഹത്തിലോ സഭയിലോ ലോകത്തിലോ ആകട്ടെ, പലതും പരിഹരിക്കപ്പെടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഐക്യം ഇല്ലാത്തതാണ്. ഏത് കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങളും ചിന്തകളും ആശയങ്ങളും ഉണ്ടാവുക എന്നത് സ്വാഭാവികം എന്നു മാത്രമല്ല, അത് അനിവാര്യവുമാണ്. വിഭിന്നങ്ങളായ ആശയങ്ങൾ ഉണ്ടാവുന്നത് തീർച്ചയായും ഒരു സൗന്ദര്യവുമാണ്. എന്നാൽ ഒരു നന്മയ്ക്ക് വേണ്ടി, പൊതു നന്മയ്ക്ക് വേണ്ടിയോ നല്ല ലക്ഷ്യത്തിനു വേണ്ടിയോ പോലും ഒരുമിച്ച് ചേരുന്ന ആളുകൾ ഭിന്നതയും കലഹങ്ങളും മൂലം ലക്ഷ്യം നേടിയെടുക്കാനാവാതെ, പുരോഗതി കൈവരിക്കാനാവാതെ തകർന്നു പോകുന്നത് എല്ലാ രംഗങ്ങളിലും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഭിന്നതയും കലഹങ്ങളുമൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും ഇന്ന് വർദ്ധിച്ചു വരുന്നതായി കാണുമ്പോൾ സ്വയം ചുരുങ്ങുന്ന ഒരു സംസ്കാരം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഭാഗമാണോ ഇത്തരം കാര്യങ്ങൾ എന്നും സംശയിക്കാറുണ്ട്. ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ ഞാൻ എന്ന ഭാവവും അസൂയയും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും സ്വാർത്ഥതയും ഒക്കെയാവാം. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതാകട്ടെ നമ്മുടെ മനസ്സിൻ്റെ ചില കുറവുകളിൽ നിന്നും, വികലതകളിൽ നിന്നും, മുറിവുകളിൽ നിന്നും ഒക്കെയാണ്. ഒരുമിച്ച് പ്രവർത്തിക്കാൻ, സമൂഹവുമായി യോജിച്ച് ജീവിക്കാൻ, ഒരു ഗ്രൂപ്പുമായി ചേർന്ന് പോകാനൊക്കെ നമുക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സും ചിന്തകളും ആവശ്യമാണ്. ഒന്നിച്ചു നിൽക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള പരിശീലനം നമുക്ക് നൽകേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള നേതാക്കളിലൂടെയാണ്. അത് വളരേണ്ടത് അവരുടെ ഒരുമിച്ച് നിന്നുള്ള മാതൃകകളിലൂടെയുമാണ്. ക്രിസ്തുവിനെ പരിപൂർണമായി അനുകരിക്കുവാൻ അവിടുത്തെ വേദനയിൽ നാം പങ്കുചേരണം. വിശുദ്ധ പീറ്റർ ഡാമിയന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും.